ഒരു 12 രൂപ കൂടുതലുണ്ട്. ശരി, ഞാൻ പിന്നെ ഒന്ന് വാങ്ങിച്ചോളാം. റിസർവ് ബാങ്കിൽ നിന്ന്. റിസർവ് ബാങ്കിൽ നിന്ന്? എടാ കള്ള പെരുങ്കള്ള, നിന്നൊന്ന് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. എത്ര എടുത്തടാ? ഒരു കെട്ട. ഓ എടാ, ലക്ഷക്കണക്കിന് രൂപ ഇരിക്കുന്നത്. ഉണക്ക മീനും വെച്ച് പൂച്ച എത്ര നേരം പറഞ്ഞാൽ നോക്കിയിരിക്കുന്നത്. ആവശ്യത്തിനുള്ളതാ പണം. എന്നാ പിടിച്ചോ, 50-50. എന്നാലും നിനക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഞാൻ നിന്നെ പറ്റിക്കാനായിരുന്നെങ്കിൽ ഇത് കാണിക്കായിരുന്നാ പോരെ. എനിക്ക് വല്ലാത്ത വിശപ്പ്. നമുക്ക് വിശാലമായിട്ട് എന്തെങ്കിലും കഴിക്കണം. നല്ല ചിക്കൻ, മട്ടൻ, വത്സൻ, സുഖിയൻ, ബനാന, പൂരി, തന്തൂരി, ഫ്രൂട്ട് സാലഡ്, ജിഞ്ചർ ചിക്കൻ. കൊതിപ്പിക്കല്ലേ? വാ. ആ പെട്ടിയും കെടുത്തുണ്ടോ? ഹലോ, മാനേജരോടെ പുറത്തു പോയിരിക്കും. ഇപ്പൊ വരും. ഇരിക്കും. ഒന്ന് മതിയാക്കട. കുറെ നേരമായിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. നിനക്കതൊക്കെ പറയാം. നീയൊക്കെ ദിവസം കഴിക്കുന്ന ഇതല്ലേ. എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ? വീട്ടിൽ എല്ലാ ദിവസവും പുല്ലും വയ്ക്കോലുവാ. ചിലപ്പോ ഞാൻ വിചാരിക്കും വല്ല ക്രിസ്ത്യാനിയുമായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എന്തിനാടാ? ഞായറാഴ്ചയെങ്കിലും ഇറച്ചി മീനും കഴിക്കാമല്ലോ. മതി മതി, വേഗം തീർക്ക് പോവാം. അത് കൈ കഴുകാനുള്ള ഫിംഗർ ബൗളാ. മണ്ടന്മാര്. ഈ നാരങ്ങ ഇതിനകത്ത് പിഴിഞ്ഞു വെച്ച് കുറച്ച് പഞ്ചാരയും കൂടെ ഇട്ടിരുന്നെങ്കിൽ നാരങ്ങ വെള്ളമായിട്ട് വിറ്റുകൂടായിരുന്നോ? എന്നാ കുടിക്ക്. എന്താ കള്ളനോട്ടാണോ? സംശയം ഉണ്ടെങ്കിൽ വേറെ നോട്ട് തരാം. അതിപ്പോ കുറെ കള്ളനോട്ട് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ബാക്കിയുള്ളവന് നല്ല നോട്ടും കൊണ്ട് നടക്കാൻ വയ്യ. അല്ല സാറേ, കള്ളനോട്ടാണെന്ന് എന്തെങ്കിലും സംശയം തോന്നിയാ ഉടനെ പോലീസിൽ അറിയിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അതെ, അത് ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരന്റെ ചുമതലയാണ്. ഈ ബാക്കി 50 ദിവസം കൈവച്ചോ, മുതലാളി അറിയില്ല. നമുക്ക് ടാക്സി വിളിച്ചിട്ട് വേണം പോവാൻ. ചാക്കിട്ട് കാണുമ്പോ ടാക്സിക്കാരന് സംശയം വല്ലതും തോന്നുന്നു. രാത്രി ഇതൊക്കെ അറിയാൻ പോവല്ലേ. നീ വാ തുറക്കാതിരുന്നാ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചോദിച്ചാ ചാക്കിനകത്ത് ചക്കപ്പഴോ വല്ലതും ആണെന്ന് പറയാല്ലേ. ചക്കപ്പഴോ തേങ്ങാക്കൊല്ലേ എന്തെങ്കിലും പറയാം. വാ.